നാവിൽ രുചിയുടെ വിരുന്നൊഴുക്കി ചേലക്കരക്കാരുടെ ഹൃദയവും വയറും നിറയ്ക്കാനായി 18 വർഷത്തെ രുചി പാരമ്പര്യവുമായി നൈസ് ബേക്ക് ഹൌസ് ചേലക്കര മുഗാരിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിവിധ തരം കേക്കുകൾ, ചോക്ലേറ്റുകൾ, പുഡിങ്ങുകൾ, പലഹാരങ്ങൾ, ശീതളപാനീയങ്ങൾ തുടങ്ങിയവ നൈസ് ബേക്ക് ഹൌസിന്റെ മാത്രം പ്രത്യേകത. ഇനി രുചിയുടെ മധുരാഘോഷങ്ങൾ നൈസിനൊപ്പം. നൈസ് ബേക്ക് ഹൌസ്, മുഗാരിക്കുന്ന്, ചേലക്കര. ചേലക്കര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷവും ലയൺ ചാർട്ടേഡ് മെമ്പർ രാജഗോപാലൻ നായരുടെയും ശോഭ രാജഗോപാലന്റെയും 50ാം വിവാഹ വാർഷികവും സംയുക്തമായി ആഘോഷിച്ചു. ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ പി ഉണ്ണികൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ മീറ്റിംഗ് ഒരു സാധാരണ ആനുവൽ മീറ്റിംഗ് അല്ല. ഇത് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ രണ്ടും കമ്പൈനാണ് നമ്മുടെ സെലിബ്രേഷൻ. ക്രിസ്മസ് കഴിഞ്ഞു, എന്നാലും വി ആർ സ്റ്റാർട്ടിംഗ് ദ ക്രിസ്മസ് സീസൺ, ക്രിസ്മസ് ഇയർ നൗ. എല്ലാവർക്കും വെരി ഹാപ്പി, പ്രോസ്പെറസ്, പീസ്ഫുൾ ന്യൂ ഇയർ. ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ, ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ ലയൺ ഡോക്ടർ കെ സി വർഗീസ്, റീജിയണൽ ചെയർപേഴ്സൺ ലയൺ മത്തായി പാലക്കാട്ട്, സോണൽ ചെയർപേഴ്സൺ ലയൺ ഗോപി ചക്കുന്നത്ത്, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ലയൺ മനോജ് തോട്ടത്തിൽ, ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നിൽ, ജോയിന്റ് സെക്രട്ടറി ലയൺ വി ശശികുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഏറ്റവും ഔന്നത്യത്തിലേക്ക് എത്തി സർവീസുകളുടെ വലിയൊരു നിര തന്നെ നമുക്ക് ഈ പ്രദേശത്ത്, ഈ ചേലക്കരയുടെ സർവീസ് മേഖലയിൽ നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളൊരു അഭിമാന നിമിഷമാണ് നമുക്ക് ഈ ഒരു വർഷം കടന്നു പോകുമ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ലയൺസിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ല് ആവാൻ പറ്റിയ ഒരു പ്രസിഡന്റും സെക്രട്ടറി ട്രഷററും ഈ ഒരു നേതൃത്വ പാഠവും വളരെയധികം പ്രശംസനീയമാണ് എന്നീ അവസരത്തിൽ ഞാൻ ആദ്യമായി പറയുകയാണ്. കാരണം ഇനി അതിനുശേഷം റിപ്പോർട്ടുകളൊക്കെ നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് വിലയിരുത്താൻ, നിങ്ങൾക്കൊക്കെ വിലയിരുത്താനുള്ള മറ്റുമല്ല ഗെറ്റ് ടുഗദറുകളും സർവീസുകളും പരസ്പരമുള്ള സഹകരണങ്ങളും കൂട്ടായ്മകളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി കൊണ്ട്. അപ്പോൾ നമ്മൾ വളരെയധികം മുൻപിലാണ് ഈ നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ഈ കാറ്റഗറിയിൽ നിൽക്കുന്നത്. അതൊന്നും വെറുതെ കിട്ടിയതല്ല, വളരെയധികം അധ്വാനിച്ചിട്ട് വളരെയധികം അതിന് പിന്നിൽ വർക്ക് ചെയ്തിട്ട് കിട്ടിയിരുന്ന പോയിന്റ്സ് കൊണ്ടാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നത്. നമ്മൾ ഇന്ന് തന്നെ പലർക്കും വേറെ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് ഇന്നൊരു ഡിസ്ട്രിക്റ്റിന് ഒരു ഇന്ത്യൻ ക്യാബിനറ്റ് മീറ്റിംഗ് ഉള്ള ദിവസമാണ് 25. ഞാനൊക്കെ പോകേണ്ടതാണ്, പക്ഷെ നമ്മളൊന്നും പോയില്ല. കാരണം അത് മലപ്പുറത്താണ്. അതൊന്ന്. രണ്ടാമത് നമ്മുടെ ക്ലബിൻ്റെ കഴിഞ്ഞിട്ട് ഈ വക പ്രോഗ്രാമുകൾക്കൊക്കെ പ്രാധാന്യമുള്ളൂ. ഫസ്റ്റ് നമ്മുടെ ക്ലബിനാണ് ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഡിസ്ട്രിക്റ്റിൻ്റെ മറ്റുള്ള പ്രോഗ്രാമുകൾ എടുക്കുന്നുള്ളൂ. ക്രിസ്മസ് കഴിഞ്ഞു. നമുക്കറിയാം ക്രിസ്മസ് ബൈബിൾ ഒരു പുസ്തകം കണ്ടിട്ടുള്ളവരുണ്ടോ കാണാത്തവരുണ്ടോ? അതാണ് അറിയേണ്ടത്. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. 66 പുസ്തകങ്ങളാണ് അതിൽ ക്രോഡീകരിച്ചിട്ടുള്ളതാണ് ബൈബിൾ എന്ന് പറയുന്നത്. അത് രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നു. ഒന്ന് ഓൾഡ് ടെസ്റ്റമെന്റ്, ഒന്ന് ന്യൂ ടെസ്റ്റമെന്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് 39 പുസ്തകം, ന്യൂ ടെസ്റ്റമെന്റ് 27 പുസ്തകം. അതാണ് അതിന്റെ കണക്ക്. അതിൽ ന്യൂ ടെസ്റ്റമെന്റില് 4 പുസ്തകങ്ങളാണ് ജീസസ് ക്രൈസ്റ്റിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ. ഓട്ടോബയോഗ്രാഫി എന്ന് പറയാനില്ല, ജീവചരിത്രം എന്ന് പറയാനില്ല, അദ്ദേഹത്തെ ജീവിതത്തിലെ സംഭവങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന 4 പുസ്തകങ്ങൾ. 4 പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിൽ മാത്രമാണ് ഈ ജനനത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയിലെ സാമൂഹ്യ മേഖലയിൽ, സാമൂഹ്യ രാഷ്ട്രീയ സേവന മേഖലയിൽ ഒരു 3 കല്ല് പോലെ, ഒരു 3 തൂണ് പോലെയാണ്, ഒരു ഗോപുരം പോലെയാണ് ചേലക്കര ലയൺസ് ക്ലബ്, ചേലക്കര പ്രസ് ക്ലബ്, ആൽഫ പാലിയേറ്റീവ് പ്രവർത്തിക്കുന്നത്. ഇത് 3 പരസ്പര പൂരകങ്ങളായി പരസ്പരം സർവീസ് നടത്തിക്കൊണ്ടും പരസ്പരം സഹായിച്ചുകൊണ്ടും നടത്തുന്ന 3 സംഘടനകളാണ്. ഇതിലേറിയ ആളുകളും അതിൽ നാം പരസ്പരം മെമ്പറുകളുമാണ്. പിന്നെ നമുക്കറിയാം, വലിയ നല്ല ഒരു അന്തരീക്ഷത്തിലൊന്നുമല്ല നമ്മൾ ഈ പുതുവർഷം ആഘോഷിക്കുന്നത്. വളരെ കലുഷിതമായ, സംഘർഷഭരിതമായ നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുമ്പോഴാണ് ഈ 2025 നമ്മളെ തേടിയെത്തുന്നത്. 2024 സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ട പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും നഷ്ടപ്പെട്ടു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മോശമായ ഒരു വർഷമാണ് 2024 എന്ന് പറയപ്പെടുന്നത്.
നിരവധി യുദ്ധങ്ങൾ, നമ്മുടെ വയനാട്ടിലുണ്ടായ ചുരൽമലയിലുണ്ടായ സംഭവങ്ങൾ, നമ്മുടെ കൂടെ പിറന്നവർ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. ഞാൻ ഈ സംസാരിക്കുന്ന സമയം മുതൽ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള ഒരു പുതുവർഷത്തിൽ എത്ര പേരെ നഷ്ടപ്പെടുമെന്നും അറിയാത്തൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും ഒന്ന് മാത്രം ഈ ദിനത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയണം. ഈ വരുന്ന പുതുവർഷം നമ്മൾ ഓരോ വ്യക്തിയും ഒരു നല്ല മനുഷ്യനായി, കാരണം നമ്മുടെ ഇന്നേവരെ മനസ്സിന്റെ ആഴത്തെക്കുറിച്ച് പഠിച്ച ഒരു ശാസ്ത്രരേഖകളുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രഗത്ഭരായ ഡോക്ടർമാരെല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും മനസ്സിന്റെ ആഴത്തിനെ കുറിച്ച് അറിയാത്ത ലോകത്തിൽ ആരുമില്ല. ഒരു കാര്യം നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇന്ന് കഴിയും. അടുത്ത ഒരു വർഷം തുടങ്ങുമ്പോൾ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ, പരസ്പരം അറിഞ്ഞും പരസ്പരം സ്നേഹിച്ചും മറ്റുള്ളവന്റെ വിഷമം മനസ്സിലാക്കിയും അവന്റെ ദുഃഖവും അവന്റെ വിഷമവും കേൾക്കാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഒരു നല്ല മനുഷ്യനാകാം. നമ്മുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ രണ്ടും കൂടി ആഘോഷിക്കുന്ന ഈ വൈകിയ വേളയിൽ ഞാൻ സംസാരിക്കാൻ അധികം ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ 15th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന രാജഗോപാലേട്ടനും അദ്ദേഹത്തിന്റെ പത്നിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ക്രിസ്തുമസ് കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, രക്ഷയുടെ പ്രതീകമായ ജീസസിന്റെ ക്രിസ്മസ് കഴിഞ്ഞ് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഇപ്പൊ നമ്മൾ പുതുവർഷത്തിന്റെ 2025 തയ്യാറെടുത്തിരിക്കുകയാണ്. 2025 എനിക്ക് ഇവിടെയുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ 2025 മാനിഫെസ്റ്റ് ചെയ്യണം. 2025 ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ 2024 എന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് ദുബായിൽ പോകുക എന്നുള്ളത്. 2024 എനിക്ക് ദുബായിൽ 5 ദിവസം പോയി അവിടെ താമസിക്കാനായിട്ട് സാധിച്ചു. അപ്പോ എന്നെ കേൾക്കുന്ന നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആയി മാറേണ്ടത്, എന്താണ് ആകേണ്ടത്, അത് ഫീൽ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ചടങ്ങിൽ 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ലയൺ ചാർട്ടേഡ് മെമ്പർ രാജഗോപാലൻ നായരെയും ശോഭ രാജഗോപാലനെയും ആദരിച്ചു. പഴയ കാലങ്ങളെ അനുസ്മരിക്കുന്ന പരിപാടിയിൽ ക്രിസ്തുമസ് സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. തിരുനാളം പെണ്ണിൻ കവിളിൽ കുങ്കുമമേകുമ്പോ മംഗളഗന്ധം വാണിൻ കരളിൽ കിളികൂട്ടുമ്പോ ആശംസ പുഷ്പങ്ങൾ பொன்னம்பல தரசனை புகழ்ந்து பாடுவோ கரிசனி ததுங்கினதோ கரிசனி ததுங்கினதோ சகரி பாபகரி சனி ഇസ്രായേലിനാഥനായി വാഴും ഏക ദൈവം
നിത്യജീവമാർഗമാണു ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം അപപിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.